ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. കറുപ്പുവെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടോപ്പിക്ക് നിങ്ങൾ പിറകിൽ കാണുന്ന പോലെ രാഹുലുമാണ്. ഇനിയൊരു മൂന്നാമതൊരു രാഹുലുണ്ട്, 3 രാഹുലന്മാരുണ്ട്. അതിൽ ആദ്യത്തേത് നമ്മുടെ ദേശീയ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗണ്ഡി, ഓർന്ന് അടൂരുകാരൻ രാഹുൽ മാങ്കൂട്ടത്ത്, 3 രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിനെ ഞാൻ ഈ കണ്ടക്സ്റ്റില് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ട് സംസാരിച്ചത് കൊണ്ടാണ്. അല്ലാതെ അദ്ദേഹം ആവശ്യമില്ലാത്ത പലതിനും വേണ്ടിയിട്ട് കുരയ്ക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ മെരിറ്റുകളൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും അദ്ദേഹം കൂടെ ഇതിനകത്ത് ഇടപെട്ടത് കൊണ്ട് പറയുന്നത്, രാഹുലെ നീ ഇപ്പോൾ ഇടപെടില്ലെങ്കിൽ നീ തീർന്നടാ. അദ്ദേഹം ഒരു വലിയ തന്ത്രി കുടുംബത്തിന്റെ അംഗം എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെതായിട്ടുള്ള മാധ്യമങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരമൊന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ശബരിമലയുടെ തന്ത്രി കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് മാത്രം ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. എന്തായാലും ഞാൻ അദ്ദേഹത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, എൻ്റെ കണ്ടക്സ്റ്റിൽ വരുന്ന ഒരാളല്ല. എന്നാലും അദ്ദേഹം ഇതിനകത്ത് പ്രതികരിച്ചുകൊണ്ടാണ് ഞാനീ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. മാധ്യമത്തിലെ പുള്ളിക്കാരന്റെ ഇടപെടലുകൾ, ഒരു പ്രസന്റ് ആയിട്ടുള്ള എനിക്ക് ശ്രീ പി.സി. ഉമ്മൻചാണ്ടി, പി.സി. വിഷ്ണുനാഥ്, അത് കഴിഞ്ഞിട്ട് അടുത്ത തലമുറയിലെ ആളായിട്ട് ഞാൻ കണ്ടിരുന്ന ആളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും എൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ ഞാൻ കാണിച്ച ഒരു ക്ലിപ്പുണ്ട്. അത് സന്ദേശം എന്ന സിനിമയിലെ ശങ്കരാടിയുടെ ഡയലോഗാണ്. അതായത് കാലാകാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു വരുന്ന ഒരു കാര്യമുണ്ട്. വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അവനെപ്പറ്റി ഒരു അപവാദം പറയുക. പണ്ടൊക്കെ ഗർഭസത്യാഗ്രഹമായിരുന്നു. അത് ഇന്ന് DNA ഒന്നും കണ്ടുപിടിക്കാത്തതുകൊണ്ട് അന്ന് ഏതെങ്കിലും ഒരു മുതലാളിയെ അല്ലെങ്കിൽ ഒരു ജന്മിയെ അവർക്ക് ഇല്ലാതാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്ത്രീയെ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊണ്ട് മുതലാളിയുടെ വീട്ടിന്റെ മുമ്പ് ഇരുത്തിയിട്ട് പറയും, ഇയാളാണ് എന്റെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറയും. പിന്നീട് അയാളെ ഇന്ന് ഉള്ള കുറച്ച് പൈസയൊക്കെ പിരിച്ച് വാങ്ങിക്കും, കുറച്ച് ഇവർക്കും കൊടുക്കും. കാര്യം അന്ന് DNA ടെസ്റ്റ് ഇല്ലല്ലോ, ഇയാളാണ് ഈ ആ കുട്ടിയുടെ അച്ഛനെന്ന് പറയാനുള്ള തെളിയിക്കാനുള്ള കാര്യങ്ങളൊന്നും നമ്മളിൽ ഇല്ലല്ലോ. അതുകൊണ്ട് അവരങ്ങ് കൊടുക്കും, ഇവർ വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളായിട്ട് വളർന്നതും പുരോഗമിച്ചതും കേരളം ഭരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ശ്രീനിവാസന്റെ തന്നെ ഒരു ഡയലോഗാണ്. ഞാനത് അതിനകത്തൊന്നും അതിന്റെ ഒരു സാഹചര്യം ഞാൻ കൂടുതൽ വിശദീകരിച്ചതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആ കണ്ടമൊക്കെ അങ്ങ് എഴുതി കൊടുക്കാൻ പറയും, ആ കണ്ടം നമുക്ക് എഴുതി കൊടുക്കാൻ പറയും. ഇങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. ഇത് ഞാൻ CPM-ന്റെ ഈ രീതികളെ പറ്റിയിട്ട് ഞാൻ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കളെ വളരെ മുമ്പേ തന്നെ ഞാനത് സൂചിപ്പിച്ചിരുന്നു. കാര്യം ഇലക്ഷൻ അടുക്കുമ്പോഴത്തേക്ക് ഇവരെന്തെങ്കിലും ഒന്ന് പൊക്കിപ്പിടിച്ചുകൊണ്ട് വരും. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഇലക്ഷന് സരിതയായിരുന്നു പ്രധാനപ്പെട്ട ഇഷ്യൂ. പിന്നെ ഒരു ജിഷ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ സരിതയും ജിഷയൊക്കെയാണ് പൊക്കിക്കൊണ്ടുവന്നിട്ട് ഇവർക്ക് അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അബലകളെന്ന് നമ്മൾ പറയുന്ന പെണ്ണുങ്ങളെ ഉപാധിയാക്കുന്നതാണ് അവരുടെ രീതി. ഒരു രാഹുൽ മാങ്കൂട്ടം ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയല്ലേ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കാൻ പറ്റത്തുള്ളൂ. ഗർഭിണിയാക്കി. അത് ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ല. അത് ഏത് രീതിയിൽ അവർ തമ്മിൽ ബന്ധപ്പെട്ടു എന്നോ അവർ തമ്മിൽ കൺസെന്റോടെ അല്ലായിരുന്നുവെങ്കിൽ ഈ കുട്ടി എന്നേ ബലാത്സംഗത്തിന് കേസ് കൊടുക്കുകയായിരുന്നു, അദ്ദേഹം ജയിലിൽ പോയത്. അപ്പൊ കൺസെന്റോട് കൂടിയുള്ള ഒരു ബന്ധമായിരുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അതിനകത്ത് ഒരു അബദ്ധം സംഭവിച്ചു. ഈ മാധ്യമപ്രവർത്തക എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഒരു ബന്ധപ്പെടുമ്പോഴത്തേക്ക്, അവിവാഹിതയായ ഒരു സ്ത്രീ ബന്ധപ്പെടുമ്പോഴത്തേക്ക് അതിന്റെ പ്രിക്കോഷൻസ് എടുക്കണമെന്നുള്ള കാര്യമെങ്കിൽ അവർക്ക് അറിഞ്ഞൂടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവർക്കത് വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെ രാഹുലിന്റെ ഒരു കൊച്ചിനെ വേണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് അവർ ബന്ധപ്പെട്ടതും ആ കുട്ടിയെ അവർ വളർത്താൻ തയ്യാറായത്. പിന്നെ നാട്ടുകാർക്ക് എന്താ കുഴപ്പം? ഈ സ്ത്രീക്ക് ഇതിനകത്ത് യാതൊരു പരാതിയില്ല. പിന്നെ ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചു. അത് നമ്മളെ പലയിടത്തും നിർബന്ധിക്കാൻ പറ്റും, പലരും നിർബന്ധിക്കാം, അതിനൊക്കെ കേസാക്കാൻ പറ്റും. അത് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തേക്കുന്നു. ഇവിടെ ഈ കണ്ട മുസ്ലിം പിള്ളേരെയൊക്കെ രണ്ടാം മാസത്തില് അവരുടെയൊക്കെ ലിംഗാഗ്രഹം ചെത്തുന്നതിന് ബാലാവകാശ കമ്മീഷന് പ്രശ്നമൊന്നുമില്ല. ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയെ
ഗർഭചിത്രം ചെയ്യാൻ ആ കുട്ടിയുടെ അച്ഛൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ ഗർഭചിത്രം ചെയ്യാൻ പല കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതായിരിക്കാം, അതിന് മുമ്പ് പറ്റിപ്പോയതായിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരാറുണ്ട്. അപ്പൊ അതൊരു കേസാക്കാനുള്ള കാര്യമല്ല. രാഹുൽ മാങ്കൂട്ടത്തില് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മത്തായിയുടെ പുസ്തകം നിരോധിക്കാൻ പറയും. ഇന്ദിരാഗാന്ധിയുടെ വേഴ്ചകളെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറി എംഒ മത്തായി എഴുതിയ പുസ്തകം നിരോധിക്കാൻ പറയും. എന്നിട്ട് നിങ്ങളുടെ നേതാവ് രാവിലെ നടത്തുന്ന ഫോറിൻ ട്രിപ്പുകളിലെയും കണ്ട ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് തരാൻ പറയും. അല്ല നിങ്ങൾ ആരോ എന്തോ പറഞ്ഞ കേട്ടോണ്ട് രാജിവെച്ചിട്ട് ഞാൻ നല്ല പുത്രനായിക്കളെ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ MLA സ്ഥാനം രാജിവെക്കാം, ഞാൻ MLA സ്ഥാനം രാജിവെക്കാം, പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഫോറിൻ ട്രിപ്പിന്റെ ഒക്കെ ലിസ്റ്റ് തരാൻ പറയും. ആരെയൊക്കെ കണ്ടെന്ന് പറയാൻ പറ്റും. അയാൾ ഇന്ത്യൻ പൗരനാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതാവ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ എന്ന് ചോദിച്ചു. ഇനി ഇദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വത്തെ പറ്റിയിട്ടുള്ള ചോദ്യം കോടതികളിൽ കിടപ്പുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇദ്ദേഹത്തിന്റെ അച്ഛൻ വളരെ ദാരുണമായിട്ട് കോയമ്പത്തൂർ വെച്ച് സ്ഫോടനത്തിൽ മരിക്കുമ്പോഴത്തേക്ക്, അദ്ദേഹത്തിന്റെ പെരുമ്പരൂർ വെച്ച് മരിക്കുമ്പോഴത്തേക്ക് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് DNA സാമ്പിൾ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് സോണി പറഞ്ഞ രാഹുലിന്റെ സാമ്പിൾ എടുക്കേണ്ട, പ്രിയങ്കയുടെ എടുത്താൽ മതിയെന്ന്. അതിനാദ്യം ഉത്തരം പറയാൻ പറയും ഈ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിയോടും നിങ്ങളുടെ രാജി ആവശ്യപ്പെടുന്നവർക്ക്. അപ്പോൾ ഈ രാജ്യത്ത് അപഥസഞ്ചാരം എന്ന് പറഞ്ഞ ലോകത്ത് ആദ്യമായിട്ട് സംഭവിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിൽ ലോകത്തിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായിട്ട് ചെയ്തതൊന്നുമല്ല. ഞാൻ അയാളെ ന്യായീകരിക്കുന്നില്ല, അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്. ഞാൻ തെറ്റ് തിരുത്തി അന്തസ്സായിട്ട് MLA സ്ഥാനത്ത് തുടരണമെങ്കിൽ മര്യാദയ്ക്ക് ആ പെൺകുട്ടിയും വിളിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് മര്യാദയ്ക്ക് അന്തസ്സായിട്ടില്ല ആൾക്കാരുടെ മുമ്പ് നിർത്താൻ നമുക്ക്. ഒരു പെണ്ണുമായിട്ട് സ്നേഹിക്കാനും അവളുമായിട്ട് ബന്ധപ്പെടാനും അവളെ ഗർഭിണിയാക്കാനും കഴിവുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അതിന്റെ കഴുത്തിലൊരു താലി കെട്ടി അന്തസ്സായിട്ട് യൂത്ത് കോൺഗ്രസ് എന്നുള്ള ആ പദവിയുടെ മാനം രക്ഷിക്കുക, നിങ്ങളുടെ മാനം രക്ഷിക്കുക, പാർട്ടിയുടെ മാനം രക്ഷിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെകിട്ടത്തൊരു അടി കൊടുക്കണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൊരു വഴി. നന്ദി, നമസ്കാരം.